ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2023 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫെയർ ക്ലാസ്സാണ് തുടക്കത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, പുതിയ സിലബസ് പ്രകാരമുള്ള SCERT ക്ലാസ്സുകൾ ഉണ്ടാകുമോ എന്ന് കമൻറ്റിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ സൂചിപ്പിക്കാറുണ്ട്, പുതിയ SCERT നമ്മൾ ചെയ്യും. നിലവിലുള്ള SCERTs ഒരുവിധം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് പുതിയ ടെക്സ്റ്റ് കൂടി ഡിസ്കസ് ചെയ്യും. SCERTൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാക്സിമം തരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. പാലക്കാട് സ്വദേശിയും പ്രശസ്ത ഗ്രാഫിക് ചിത്രകാരനുമായിട്ടുള്ള പ്രൊഫസർ വി നാഗ്ദാസ് കേന്ദ്ര ലളിത കലാ അക്കാദമി അധ്യക്ഷനായി നിയമിതനായി. ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര ലളിത കലാ അക്കാദമി അധ്യക്ഷനായിട്ട് നിയമിതനായത് പ്രൊഫസർ വി നാഗ്ദാസ് ആണ്. കേന്ദ്ര ലളിത കലാ അക്കാദമിയാണ് കേട്ടോ, കേന്ദ്ര ലളിത കലാ അക്കാദമിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മലയാളിയാണ്, പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹം ഗ്രാഫിക് ചിത്രകാരനാണ് കേട്ടോ. പ്രസ്താവനയിലേക്ക് കൊടുത്താൽ നമ്മൾ തെറ്റിക്കുന്ന ഒരു ഭാഗമായിരിക്കും ഇത്. ലളിതകലാ അക്കാദമിയാണ്, ഗ്രാഫിക് ചിത്രകാരൻ എന്നൊക്കെ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് വരുമോ എന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും. ദെൻ സാംസ്കാരിക വകുപ്പിൻ്റെ തകഴി പുരസ്കാരം സാഹിത്യകാരൻ M. മുകുന്ദൻ കരസ്ഥമാക്കി. 2023 തകഴി പുരസ്കാരം കരസ്ഥമാക്കിയത് പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദനാണ് കേട്ടോ. M. മുകുന്ദനാണ്. M. മുകുന്ദൻ. ദെൻ 2023 ISL ഫുട്ബോൾ കിരീടം ATK മോഹൻ ബഗാൻ ഫൈനലിൽ ബാംഗ്ലൂരു FCയെ ആണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ രണ്ട് ക്ലബ്ബിലാണ് അല്ലേ. മോഹൻ ബഗാനാണ് കിട്ടിയിരിക്കുന്നത്, പരാജയപ്പെടുത്തിയത് ബാംഗ്ലൂരു FC. ഉപഭോക്തൃ സംതൃപ്തി സർവേയുടെ അടിസ്ഥാനത്തിൽ സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സ് 2023 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം കിട്ടിയിരിക്കുന്നത് സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളത്തിനാണ്. അപ്പോൾ മികച്ച വിമാനത്താവളങ്ങൾക്കുള്ള ഒരു പുരസ്കാരമാണ്. അപ്പോൾ ഉപഭോക്താക്കളുടെ സംതൃപ്തി സർവേ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സമ്മാനം കൊടുക്കുക. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡാണ് ലഭിച്ചത് സിംഗപ്പൂരിലാണ് കേട്ടോ. സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളത്തിനാണ്. ദെൻ ഇറ്റാലിയൻ സിരി എ ഫുട്ബോളിൻ്റെ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി AC മിലാൻ്റെ സ്വീഡിഷ് താരം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്. അപ്പോൾ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും, വളരെ ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയും കേട്ടോ. പ്രമുഖ ഗ്രന്ഥകാരനും സാമൂഹിക പരിഷ്കർത്താവുമായിട്ടുള്ള സാധു ഇട്ടിയവര അന്തരിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തനത്തിനുള്ള അന്തർദേശീയ ബഹുമതിയായ ആൽബർട്ട് ഷെയ്റ്റ്സർ അവാർഡ്, അൽബേറിയൻ ഇൻ്റർനാഷണൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. സാധു ഇട്ടിയവറ. ദെൻ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡ് ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിന് ഇമ്പോർട്ടൻ്റ് ആണ്. മലയാറ്റൂർ അവാർഡ് കിട്ടിയിരിക്കുന്നത് ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ്. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് VK ദീപയുടെ വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരം. അപ്പോൾ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് VK ദീപയുടെ വുമൺ ഈറ്റേഴ്സ്. ഇനി മലയാറ്റൂർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ, ആടുജീവിതം എഴുതിയ ബെന്യാമിൻ. ദെൻ സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ 2022 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യങ്ങളിൽ ഇന്ത്യ 8ാം സ്ഥാനത്ത്. 2022 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യക്ക് 8ാം സ്ഥാനമാണ് കേട്ടോ. ഇതും നോട്ട് ചെയ്യുക. 1ാം സ്ഥാനം ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ചാഡാണ് കേട്ടോ. 1ാം സ്ഥാനം ചാഡ്. പൊതുമേഖല എണ്ണ കമ്പനി ആയിട്ടുള്ള
ഭാരത് പെട്രോളിയത്തിൻ്റെ പുതിയ ചെയർമാനായി ജി കൃഷ്ണകുമാർ നിയമിതനായി. ഭാരത് പെട്രോളിയം അല്ലേ, ഭാരത് പെട്രോളിയം ചെയർമാൻ ജി കൃഷ്ണകുമാറാണ്. സ്വിറ്റ്സർലാൻഡുകാരനായ ജിയാനി ഇൻഫെന്റിനോ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ പ്രസിഡന്റായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഫിഫയുടെ പ്രസിഡന്റായിട്ട് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സ്വിറ്റ്സർലാൻഡ് സ്വദേശിയായ ജിയാനി ഇൻഫെന്റിനോ. ദെൻ മുൻ അഡ്വക്കേറ്റ് ജനറലും മുതിർന്ന അഭിഭാഷകനുമായിട്ടുള്ള കെ പി ദണ്ഡപാണി അന്തരിച്ചു. ദെൻ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനായിട്ട് കർണാടക ഹുബ്ബള്ളിയിലെ ശ്രീ സിദ്ധരുത സ്വാമി റെയിൽവേ സ്റ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോകത്തെ നിലവിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലാണ്. കർണാടകയിലെ ഹുബ്ബളി ശ്രീ സിദ്ധരുത സ്വാമി റെയിൽവേ സ്റ്റേഷൻ. കർണാടക ഹുബ്ബള്ളിയിലെ ശ്രീ സിദ്ധരുത സ്വാമി റെയിൽവേ സ്റ്റേഷനാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷൻ. എത്രയാണെന്ന് ചോദിക്കാം. 1505 മീറ്റർ. 1505 മീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി എൻ മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നിവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ 2022 വനിതാരത്ന പുരസ്കാരം. അപ്പോൾ 2022 വനിതാരത്ന പുരസ്കാരം കിട്ടിയിരിക്കുന്ന ആളുകൾ ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി എൻ മേനോൻ, ഡോക്ടർ RS സിന്ധു. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പഠിക്കാം. സിന്ധു ലേഖ അല്ലേ, സിന്ധു ലേഖ. അപ്പോൾ സിന്ധു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബിന്ദു അല്ലേ, ഒരു ഡോട്ടിനെയാണ് നമ്മൾ ബിന്ദു എന്ന് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ലെറ്റർ മാറി സിന്ധു എന്ന് കൊടുത്തു, സിന്ധു. അതേപോലെ രേഖ എന്ന് പറയുമ്പോൾ വരയാണ്, അവിടെയും ഫസ്റ്റ് ലെറ്റർ മാറി നമ്മൾ ലാ കൊടുത്തു, ലേഖ സിന്ധു. രേഖ ബിന്ദുവിന് പകരം ലേഖ സിന്ധു. ദെൻ ആയിഷ ലക്ഷ്മി എന്ന് പഠിച്ചു വയ്ക്കുക. ഒരുമിച്ച് ആയിഷ ലക്ഷ്മി എന്നൊരു പ്രാസം ഒപ്പിച്ചങ്ങ് പഠിക്കുക. ആയിഷ ലക്ഷ്മി. നേപ്പാളിൻ്റെ പുതിയ പ്രസിഡന്റായിട്ട് രാംചന്ദ്ര പൗദേൽ തിരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നേപ്പാളിൻ്റെ പുതിയ പ്രസിഡന്റ് രാംചന്ദ്ര പൗദേൽ. ചൈനയുടെ പുതിയ പ്രധാനമന്ത്രി ലീ ചിയാങ് തിരഞ്ഞെടുക്കപ്പെട്ടു. ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് കേട്ടോ, പ്രസിഡന്റ് അല്ല, ലീ ചിയാങ്. ഇങ്ങനെ നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള നിയമനങ്ങളെക്കുറിച്ച് അപൂർവമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ സൽഹൌതുനാവോ ക്രൂസെ നാഗാലാൻഡിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഇത് കുറച്ച് ശ്രദ്ധിക്കാം കേട്ടോ, കുറച്ച് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. കാരണം നാഗാലാൻഡിലെ ആദ്യ വനിതാ മന്ത്രിയാണ്. പേരെന്താ? സൽഹൌതുനാവോ ക്രൂസെ. ഓക്കെ അല്ലേ? ദെൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പാക്കിയതിന് കേന്ദ്ര ഭവന നഗര കാര്യമന്ത്രാലയത്തിൻ്റെ 2021-22 സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ്ങിൽ കേരളം 2ാം സ്ഥാനം. അപ്പോൾ കേരളം 2ാം സ്ഥാനത്ത് വന്ന ഒരു പോയിന്റാണ്, അത് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കേരളം 2ാം സ്ഥാനത്ത് വന്നു. കേന്ദ്ര ഭവന നഗര കാര്യ മന്ത്രാലയത്തിൻ്റെ സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈമിൽ, അഥവാ സ്പാർക്ക്, സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം, ഷോർട്ട് ഫോം സ്പാർക്കാണ്. ലോക വനിതാ ബോക്സിങ്ങിൽ ഇന്ത്യക്ക് സുവർണ നേട്ടം. ഇപ്പോൾ ഇന്ത്യക്ക് സുവർണ നേട്ടം. അപ്പോൾ സുവർണ നേട്ടം എന്ന് പറയുമ്പോൾ 1ാം സ്ഥാനം ഇന്ത്യക്കാണ് വന്നത്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക വനിതാ ബോക്സിംഗ്. നിഖാത് സരിൻ, ലൗലിന ബോർഗോഹൈൻ, നീതുഗൻ ഘാസ്, പ്രീതി ബുറ എന്നിവർ സ്വർണ്ണ മെഡൽ നേടി. മേരി കോമിന് ശേഷം തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യനാകുന്ന താരമാണ്
നിഖാത് സരീൻ. അപ്പോൾ ഈ പേര് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. 2 തവണ ലോക ചാമ്പ്യൻ ആകുന്ന താരമാണ് നിഖാത് സരീൻ. നിഖാത് സരീൻ കേട്ടോ, നിഖാത് സരീൻ. ബോക്സിംഗിൽ 2 തവണ ലോക ചാമ്പ്യൻ ആകുന്ന താരം നിഖാത് സരീൻ. സെപ്റ്റേജ് മാലിന്യ ശേഖരണത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാരം. അപ്പോൾ കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാരം ലഭിച്ച നഗരസഭ ഏത്? തിരുവനന്തപുരം. ഏത് വിഷയത്തിനാണ് കിട്ടിയിരിക്കുന്നത്? സെപ്റ്റേജ് മാലിന്യ ശേഖരണത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം. അപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ മാലിന്യ ശേഖരണം നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ്. ദെൻ സ്വിസ് ഓപ്പണിൻ്റെ സൂപ്പർ സീരീസ് 300 ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യൻ താരങ്ങളായ സായ്രാജ് റംഗ് റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ താരങ്ങൾ സ്വിസ് ഓപ്പൺ ഡബിൾസ് കിരീടം നേടിയത്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന സാധനങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ നല്ല ഉപയോഗം ചെയ്യും. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിർണായകമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ സ്വിസ് ഓപ്പണിൽ ആദ്യമായിട്ട് ഇന്ത്യ സ്വിസ് ഓപ്പൺ ഡബിൾസ് കിരീടം അല്ലേ, ഡബിൾസ് കിരീടം ഇന്ത്യ ആദ്യമായിട്ട് നേടിയിട്ടുണ്ടോ? അതിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾ സായ്രാജ് റങ്കി റെഡ്ഡി, സായ്രാജ് റങ്കി റെഡ്ഡി, ദെൻ ചിരാഗ് ഷെട്ടി. അപ്പോൾ ഒന്ന് റെഡ്ഡിയാണ്, മറ്റൊന്ന് ഷെട്ടിയാണ്. അത് അവരുടെ സർനെയിമാണ് അല്ലേ. ഇനി സ്വിസ് ആണല്ലേ, സ്വിസ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ പേരിൽ സായ്രാജ് എസ്സിലാണ്, 2 എസ്സിലാണ്. സ്വിസ് സായ്രാജ്, സായ്രാജ്. മറ്റത് രംഗറെഡ്ഡി, സായ്രാജ് രംഗി റെഡ്ഡി. then ഇപ്പുറത്ത് വരുമ്പോൾ ചിരാഗ് അല്ലേ, ചിരാഗും സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സി, അതും സ്വിസ് എന്ന ഉച്ചാരണമായിട്ട് സാമ്യമില്ലേ, ചിരാഗ് സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. കാരണം ഇത്തരം പേരുകൾ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിൽ വരില്ല എങ്കിൽ എന്തെങ്കിലും ആ ഒരു കണക്ഷൻ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവന ദാതാക്കളായ വൺ വെബിൻ്റെ 36 ഉപഗ്രഹങ്ങൾ കൂടി ഇന്ത്യയുടെ LVM റോക്കറ്റ് വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവന ദാതാക്കളായ വൺ വെബിൻ്റെ 36 ഉപഗ്രഹങ്ങൾ ഇന്ത്യ LVM റോക്കറ്റിലൂടെ വിജയകരമായിട്ട് ഭ്രമണപഥത്തിലെത്തിച്ചു. ദെൻ 2023 ഗണിത ശാസ്ത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് ആബേൽ പുരസ്കാരം ലൂയിസ് കഫ്രേലിക്ക്. അപ്പം ലൂയിസ് കഫ്രേലിക്കാണ് ഗണിതശാസ്ത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് ആബേൽ പുരസ്കാരം കേട്ടോ, ആബേൽ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ലൂയിസ് കഫ്രേലിക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ഗണിതശാസ്ത്രത്തിന് വേണ്ടിയുള്ള അവാർഡ് ആബേൽ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ലൂയിസ് കഫ്രേലിക്ക്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് കിരീടം മുംബൈ ഇന്ത്യൻസിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രഥമ വനിതാ പ്രീമിയർ ലീഗാണ് മുംബൈ ഇന്ത്യൻസ് ജയിച്ചു, പരാജയപ്പെടുത്തിയത് ഡൽഹി ക്യാപിറ്റൽസിനെ. ദെൻ ലോകത്ത് ആദ്യമായി 3D പ്രിൻറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റാണ് ടെറാൻ. ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. 3D പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ത്രിമാന ആകൃതിയിൽ അല്ലേ ഒരു രൂപം ഇങ്ങനെ പ്രിൻ്റ് ചെയ്തെടുക്കുക. നമ്മൾ പേപ്പറിൽ പ്രിൻ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു രൂപം, ഒരു ഷേപ്പ് അങ്ങോട്ട് പ്രിൻ്റ് ചെയ്തെടുക്കുക. അങ്ങനെ പ്രിൻ്റ് എടുത്ത് അങ്ങനെ ആ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റാണ് കേട്ടോ. ഷേപ്സൊക്കെ നമ്മൾ അല്ലാതെ തന്നെ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 3D പ്രിൻറ്റിങ്. അപ്പോൾ ആ ഒരു 3D പ്രിൻറ്റിങ് ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യ റോക്കറ്റ് ടെറാൻ ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ 3D പ്രിൻറ്റിങ് ഉപയോഗിച്ച് വളരെ ടെററായിട്ട് റോക്കറ്റ് നിർമ്മിച്ചു. രാജ്യത്തെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം വന്നിട്ടുള്ളത് ലഡാക്കിലാണ്. ലഡാക്കിലെ ഹാൻലെ. പേരെന്താ? ഡാർക്ക് സ്കൈ റിസർവ്. ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം ഡാർക്ക് സ്കൈ റിസർവ് ലഡാക്കിലെ ഹാൻലെയിലാണ് വന്നിട്ടുള്ളത്.
ഇംഫാലിൽ നടന്ന ത്രിരാഷ്ട്ര കപ്പ് ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. അവസാന മത്സരത്തിൽ കിർഗിസ്ഥാനെ തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യ ജേതാക്കളായത്. മത്സരത്തിൽ ഒരു ഗോൾ നേടിയതോടെ 85 ഗോളുകളുമായിട്ട് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ആ ഒരു നേട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. അതിനു മുമ്പ് ഇവിടെ ഒരു വിട പറയലിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഇന്നസെൻ്റ് വിട പറഞ്ഞ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. മുൻ MP ആണ്, താരസംഘടനയായ അമ്മയുടെ പ്രസിഡൻ്റാണ്. സോ നമ്മൾ പറഞ്ഞത് ഇംഫാലിൽ ത്രിരാഷ്ട്ര കപ്പ് ഫുട്ബോൾ നടന്നു. അതിൽ 85 ഗോള് നേടിക്കൊണ്ട് ആരാണ് റെക്കോർഡ് സൃഷ്ടിച്ചത്? നോക്കാം, ആരാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും അധികം ഗോൾ നേടിയ ഇന്ത്യൻ താരമാണ്. ഇന്ത്യയുടെ സുനിൽ ഛേത്രി 5ാം സ്ഥാനത്തെത്തി. ഇന്ത്യയുടെ സുനിൽ ഛേത്രി 5ാം സ്ഥാനത്തെത്തി. ദെൻ ATV മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് രോഹൻ ബോപ്പണ്ണ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു താരമാണ് രോഹൻ ബോപ്പണ്ണ. 43ാം വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ താരമാണ്. ഇന്ത്യൻ വെൽസ് ഓപ്പണിൽ ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടിയാണ് റെക്കോർഡിന് ഉടമയായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു ബാഡ്മിൻ്റൺ പ്ലെയർ ആണല്ലേ. അപ്പോൾ ATV മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം കേട്ടോ. ATV മാസ്റ്റേഴ്സ് 1000 വിഭാഗം, മത്സരത്തിൻ്റെ പേരാണ് ATV മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ നേട്ടം കൈവരിക്കുന്ന പ്രായം കൂടിയ താരം രോഹൻ ബോപ്പണ്ണ ഇന്ത്യൻ താരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട് ഒരുപാട് പത്രങ്ങളിലൊക്കെ വന്നതാണ് അല്ലേ. പ്രായം വെറും ഒരു അക്കമാണെന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ വന്നതാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, തിരുവനന്തപുരം കോർപ്പറേഷൻ, പിറവം മുനിസിപ്പാലിറ്റി, മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത്, പത്തനംതിട്ട ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവ 1ാം സ്ഥാനം നേടി. അപ്പോൾ ഇത് ആരോഗ്യ മേഖലയിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളല്ലാതെ ഒരു സ്ഥാനം പറഞ്ഞു അല്ലേ, മികച്ച ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് ആരോഗ്യ മേഖലയിലെ ആർദ്ര കേരളം പുരസ്കാരം. അപ്പോൾ ആർദ്ര കേരളം പുരസ്കാരം കൊടുക്കുന്നത് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം കണക്കിലെടുത്തുകൊണ്ടാണ്. സോ ഇതിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട്, കോർപ്പറേഷൻ തിരുവനന്തപുരം, മുനിസിപ്പാലിറ്റി പിറവം, ബ്ലോക്ക് പഞ്ചായത്ത് മുളന്തുരുത്തി, ഗ്രാമപഞ്ചായത്ത് ചെന്നീർക്കര. അപ്പം നിങ്ങൾ ഇന്നലത്തെ ആ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് വെച്ച് എഴുതി പഠിക്കുക കേട്ടോ. നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് പോലെ ഞാൻ ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണമെന്ന് ഞാൻ പറയാറില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക മാത്രമാണ് വിൻസ്പയറിലൂടെ ചെയ്യുന്നത്. സ്ട്രാറ്റജീസും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയാറില്ല. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നമുക്ക് അതിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം പോർഷൻസ് പ്രധാനപ്പെട്ടത് കവർ ചെയ്യാം. ദെൻ ഈ ടെൻഡർ പോർട്ടലിൻ്റെ മികച്ച നടത്തിപ്പിന് സംസ്ഥാന IT മിഷന് ദേശീയ പുരസ്കാരം. അപ്പോൾ ഈ ടെൻഡർ പോർട്ടലിൻ്റെ ഒരു വെബ് പോർട്ടലാണ് അല്ലേ. അപ്പോൾ ഈ ടെൻഡർ പോർട്ടലിൻ്റെ മികച്ച നടത്തിപ്പിന് സംസ്ഥാന IT മിഷന് ദേശീയ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെൻഡർ പോർട്ടലിൻ്റെ മികച്ച നടത്തിപ്പിന് IT മിഷന് ദേശീയ പുരസ്കാരം. പിന്നെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ അർജന്റീനിയൻ താരം ലയണൽ മെസ്സിക്ക് 100 ഗോൾ. ഈ നേട്ടം കൈവരിക്കുന്ന 3ാമത്തെ താരമാണ് ഇദ്ദേഹം. പോർച്ചുഗലിൻ്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഇറാൻ്റെ അലി ദേയി എന്നിവരാണ് മുമ്പ് ഈ നേട്ടം കൈവരിച്ചത്. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായ വൈക്കം സത്യാഗ്രഹത്തിന് മാർച്ച് 30-ന് 100 വയസ്സ് പൂർത്തിയായി. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. സോ മാർച്ച് 30 ആയപ്പോൾ 100 വയസ്സ് പൂർത്തിയായി. അപ്പോൾ ഈ വരുന്ന മാർച്ച് 30-ന് 100 വയസ്സ് പൂർത്തിയായ അല്ലെങ്കിൽ 100ാം വയസ്സ് ആഘോഷിച്ച കേരള നവോത്ഥാന ചരിത്രത്തിലെ പ്രധാന സംഭവം ഏത് എന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹമാണ്. ദെൻ വിഖ്യാത കലാകാരൻ വിവാൻ സുന്ദരം അന്തരിച്ചു. ചിത്രകല, ശില്പനിർമ്മാണം, ഫോട്ടോഗ്രാഫി, ഇൻസ്റ്റലേഷൻ തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ
പ്രഖ്യാപിച്ചു. കലാ സാംസ്കാരിക മേഖലയിൽ ആസിഫ് അലിക്കും കായിക മേഖലയിൽ ഒളിമ്പ്യൻ PR ശ്രീജേഷും സാഹിത്യത്തിൽ MK ശബിതയ്ക്കുമാണ് പുരസ്കാരം. അപ്പോൾ കലാകായിക മേഖലയിൽ കലാ സാംസ്കാരിക മേഖലയിൽ ആസിഫ് അലി, കായിക മേഖലയിൽ PR ശ്രീജേഷ്, സാഹിത്യ മേഖലയിൽ MK ശിബിത. അവാർഡ് കൊടുത്തത് സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരം എന്ന അവാർഡാണ്. ദെൻ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് മലയാളിയായ K വിനോദ് ചന്ദ്രൻ നിയമിതനായി. ഇപ്പം മലയാളിയാണ് അല്ലേ, പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ മലയാളി K വിനോദ് ചന്ദ്രൻ. ഓക്കെ അല്ലേ? ബ്രിട്ടീഷ് ഹാസ്യതാരവും ലൈംഗിക ന്യൂനപക്ഷ അവകാശങ്ങളുടെ പ്രചാരകനുമായിട്ടുള്ള പോൾ എ ഗ്രേസി അന്തരിച്ചു. ദെൻ സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ, നാടക സംവിധായകനും രചയിതാവും ദീപ സംവിധായകനുമായ ഗോപിനാഥ് കോഴിക്കോട്, ചെണ്ട ഇടയ്ക്ക കലാകാരൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് കിട്ടിയ ആളുകളുടെ പേരാണ്: ഒന്ന് വിദ്യാധരൻ. അദ്ദേഹത്തിൻ്റെ മേഖലകൾ ഓർക്കുക. സംഗീത സംവിധായകനാണ്, ഗായകനാണ്. ദെൻ ഗോപിനാഥ് കോഴിക്കോട്, നാടക സംവിധായകനും രചയിതാവും ദീപ സംവിധായകനുമാണ്. ദെൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം ചെണ്ട ഇടയ്ക്ക കലാകാരനാണ്. CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം പെരുമ്പടവം ശ്രീധരന് കിട്ടിയ ഒരു പുരസ്കാരമാണ് CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം. ദെൻ പ്രമുഖ സാഹിത്യകാരി സാറാ തോമസ് അന്തരിച്ചു. നാർമടിപ്പുടവ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരിയാണ് സാറാ തോമസ് കേട്ടോ. സാറാ ജോസഫ് അല്ല, സാറാ തോമസ്. അവരുടെ പ്രധാന കൃതി നാർമടിപ്പുടവ. അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്തതിലേക്ക് വരാം. 2023 ദേശീയ പഞ്ചായത്ത് അവാർഡിൽ മികച്ച നേട്ടം കൈവരിച്ച കേരളത്തിലെ 4 പഞ്ചായത്ത്. അപ്പോൾ ഇത് നോക്കൂ, ഇത് ദേശീയ പഞ്ചായത്ത് അവാർഡാണ്. ദേശീയ പഞ്ചായത്ത് അവാർഡ് കിട്ടിയിട്ടുള്ള 4 പഞ്ചായത്തുകൾ. ഇതിൽ 2 ആലപ്പുഴയാണ്, ഒരെണ്ണം മലപ്പുറം, മറ്റൊന്ന് തൃശ്ശൂർ. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചോദിച്ച ചോദ്യമാണ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതന. അപ്പോൾ കുട്ടികൾക്കല്ലേ, ചെറിയ കുട്ടികൾ, ചെറുതന. ദെൻ സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ള പഞ്ചായത്ത് വിയപുരം. അല്ലേ, നമുക്ക് സ്വയം പര്യാപ്തമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീമ്പ് പറയും അല്ലേ, അങ്ങനെ ഓർത്താൽ മതി. സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ നമ്മൾ വീമ്പ് പറയും, വിയപുരം. ദെൻ ജലപര്യാപ്തയ്ക്കുള്ള അവാർഡ്, അതിൽ 2ാം സ്ഥാനമാണ് കേട്ടോ. ജലപര്യാപ്തയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ 2ാം സ്ഥാനം പെരുമ്പടപ്പ്, മലപ്പുറത്തെ പെരുമ്പടപ്പ്. അപ്പോൾ ജലപര്യാപ്തയ്ക്കുള്ള അവാർഡ് കിട്ടിയപ്പോൾ പെരുമ്പടപ്പ്. ദെൻ സദ്ഭരണ വിഭാഗത്തിൽ 3ാം സ്ഥാനം കേട്ടോ. ഇത് 3ാം സ്ഥാനവും ഇത് 2ാം സ്ഥാനവുമാണ് കേട്ടോ. അളഗപ്പ നഗർ, തൃശ്ശൂരിലെ അളഗപ്പ നഗർ. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫിഫയുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിൽ അർജന്റീനയ്ക്ക് 1ാം സ്ഥാനം, ബ്രസീൽ, ബെൽജിയം എന്നിവയാണ് യഥാക്രമം 2, 3, 4 സ്ഥാനങ്ങളിൽ വന്നത്. ഇന്ത്യയുടെ റാങ്ക് 101 കേട്ടോ. ഫിഫയുടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇന്ത്യയുടെ റാങ്ക് 101. യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായി അലക്സാണ്ടർ ഷെഫറിനെ വീണ്ടും തിരഞ്ഞെടുത്തു. പ്രമുഖ നാടക പ്രവർത്തകയും നർത്തകിയുമായിട്ടുള്ള ജലബാല വൈദ്യ അന്തരിച്ചു. അപ്പം നാടക പ്രവർത്തകയും നർത്തകിയുമാണ്. ഇന്ത്യൻ യുവതാരം പ്രിയാൻഷു രജാവത്തിന് ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ പുരസ്കാരം. അപ്പോൾ ബാഡ്മിൻ്റൺ പുരസ്കാരമായിട്ടുള്ള ഓർലിയൻസ് മാസ്റ്റേഴ്സ് പുരസ്കാരം കിട്ടിയത് ഇന്ത്യൻ യുവതാരത്തിനാണ്. അപ്പോൾ ഇന്ത്യൻ താരങ്ങളായതുകൊണ്ട് നമുക്ക് പഠിച്ചേ പറ്റൂ. പ്രിയാൻഷു രജാവത്ത്. അപ്പോൾ പ്രിൻസ്, രാജാവ് രണ്ടും അതിനകത്തൊരു ചൊവ്വ വരുന്നുണ്ടല്ലേ. പ്രിയാൻഷു പ്രിൻസ്, രജാവത്ത് രാജാവ്. അപ്പോൾ പ്രിയാൻഷു രജാവത്ത്
അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് ഓർലിയാൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ പുരസ്കാരം. യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി ലയണൽ മെസ്സി. 701 ഗോൾ നേടിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് രണ്ടാം സ്ഥാനം. ദെൻ 702 ഗോളുകളുമായി മെസ്സി അദ്ദേഹത്തെ മറികടന്നു. അപ്പോൾ ഒരു ഗോളിൻ്റെ വ്യത്യാസമാണ് അല്ലേ. ദെൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ 100 ഗോൾ നേടിയ ആദ്യ ഏഷ്യൻ താരമായി സൺ ഹ്യൂങ് മീൻ. അപ്പോൾ ഏഷ്യൻ താരം ഇംഗ്ലീഷാണ് കേട്ടോ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ആദ്യ ഏഷ്യൻ താരം 100 ഗോൾ നേടി. അദ്ദേഹത്തിൻ്റെ പേര് സൺ ഹ്യൂങ് മീനാണ്. പ്രീമിയർ ലീഗ് ക്ലബ് ടോട്ടണം ഹോട്ട്സ്പറിൻ്റെ താരമാണ് ദക്ഷിണ കൊറിയക്കാരനായിട്ടുള്ള സൺ. ദെൻ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. അപ്പോൾ പൂർണ്ണമായിട്ടും ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള റെയിൽവേ ശൃംഖല, റെയിൽവേ ബെൽറ്റുള്ള റെയിൽവേ ചെയിനുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാന. ചോദിക്കും പഠിച്ചു വെക്കുക, ഹരിയാന. ഇന്ത്യൻ വംശജനായ റിച്ചാർഡ് വർമ്മ US വിദേശകാര്യ ഉപസെക്രട്ടറി ആയിട്ട് നിയമിതനായി. ഇപ്പോൾ ഒരു ഇന്ത്യൻ വംശജൻ കൈവരിച്ച നേട്ടമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇന്ത്യൻ വംശജനായ റിച്ചാർഡ് വർമ്മ US വിദേശകാര്യ ഉപസെക്രട്ടറി ആയിട്ട് നിയമിതനായി. സ്ത്രീകളുടെ സ്വയരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള മിഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ധീരം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. പദ്ധതികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധീരം എന്ന പദ്ധതി സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും. ഇതൊക്കെ പ്രസ്താവന രീതിയിലൊക്കെ വരുന്ന ചോദ്യങ്ങളാണ് പുതിയ രീതി അനുസരിച്ച്. എന്തിനു വേണ്ടിയാണ് ഈ പദ്ധതി? സ്ത്രീകളുടെ സ്വയരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി വന്ന പദ്ധതിയാണ് ധീരം. ദെൻ പ്രമുഖ ബാലസാഹിത്യകാരൻ KV രാമനാഥൻ അന്തരിച്ചു. ബാലസാഹിത്യകാരനാണ്. ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിലെ നൊബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസ് ഇന്ത്യൻ പ്രതിഭ CR റാവുവിന്. 1968 പത്മഭൂഷണം, 2001 പത്മവിഭൂഷണം നൽകി രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കി വെക്കുന്നത് ഒന്ന് നല്ലതാണ് കേട്ടോ. ദെൻ ഡോക്ടർ BR അംബേദ്കർ നാഷണൽ എക്സലൻസ് യൂണിവേഴ്സൽ എക്സലൻസ് അവാർഡ് സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറിന്. ഇപ്പോൾ ഈ കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊന്നും കുറച്ചുകൂടി സാധ്യത കൂടിയ ചോദ്യമാണ്. ഡോക്ടർ BR അംബേദ്കർ നാഷണൽ എക്സലൻസി അവാർഡും യൂണിവേഴ്സൽ എക്സലൻസ് അവാർഡും ലഭിച്ച സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ. മലയാള സാഹിത്യത്തിലൊക്കെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ. ദെൻ കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലെ ബ്യൂറോ ഓഫ് എനർജി ഏഷ്യൻസിൻ്റെ 2021-2022 സംസ്ഥാന ഊർജ്ജശേഷി സൂചികയിൽ കേരളത്തിന് മികച്ച സ്ഥാനം എന്നേ ഉള്ളൂ കേട്ടോ. ദെൻ ഇന്ത്യക്കാരിയായ കിരൺ നാടാർക്ക് ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള നൈറ്റ് ഓഫ് ദ ലെജിയൻ ഓഫ് ഓണർ ലഭിച്ചു. ഒരു ഇന്ത്യക്കാരിക്കാണ് ലഭിച്ചത്, അതുകൊണ്ട് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ദെൻ ഐക്യരാഷ്ട്രസഭയുടെ UN സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിൽ ഇന്ത്യക്ക് അംഗത്വം. 2024 ജനുവരി 1 മുതൽ 4 വർഷത്തേക്കാണ് അംഗത്വം. അപ്പോൾ ചോദിക്കും, ഐക്യരാഷ്ട്രസഭയുടെ UN സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിൽ ഈ അടുത്ത് അംഗത്വം നേടിയ രാജ്യം ഏതാണ് എന്ന് ചോദിക്കും. അതാണ് PSCയുടെ ഒരു ശൈലി. അപ്പോൾ ഇന്ത്യക്കാണ് 4 വർഷത്തേക്കാണ് അംഗത്വം. സ്ഥിരാംഗത്വമല്ല, 4 വർഷത്തേക്കാണ് അംഗത്വം. വയനാട്ടിലെ മീനങ്ങാടി പഞ്ചായത്തിൽ 2016 തുടങ്ങിയ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ 1 കോടി രൂപയുടെ പുരസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വയനാട്ടിലെ മീനങ്ങാടി പഞ്ചായത്തിൽ 2016 തുടങ്ങിയ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ 1 കോടി രൂപയുടെ പുരസ്കാരം. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ദെൻ മലയാളി താരം സജൻ പ്രകാശിന് തായ്ലാൻഡ് ഓപ്പൺ നീന്തൽ സ്വർണം. 200 മീറ്റർ ബട്ടർഫ്ലൈ വിഭാഗത്തിലാണ് സ്വർണ്ണ നേട്ടം. ഇപ്പോൾ ഒരു മലയാളി താരത്തിന് കിട്ടിയ നേട്ടമാണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. സജൻ പ്രകാശ്. ദെൻ അടുത്തതിലേക്ക് വരാം. ഈ കറണ്ട് അഫയേഴ്സ് ഏകദേശം മാർക്കുകൾ നിങ്ങൾക്ക് ഇതിന്ന് സ്കോർ ചെയ്യാൻ കഴിയും.
പൂർണ്ണമായിട്ട് നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതിയെന്ന് ഞാൻ അവകാശപ്പെടില്ല. ദെൻ ഏകദേശം മാർക്കുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ആരംഭിച്ച ഡബിൾ ഡെക്കർ സോളാർ ടൂറിസ്റ്റ് ബോട്ടാണ് സൂര്യാംശു. അപ്പോൾ കേരളത്തിൽ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ആരംഭിച്ച ഡബിൾ ഡെക്കർ സോളാർ ടൂറിസ്റ്റ് ബോട്ടിന്റെ പേരെന്താണെന്ന് ചോദിക്കും. സൂര്യാംശു കേട്ടോ, സൂര്യാംശു. ഡയറക്ടർ ജനറൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ഓപ്പറേഷൻസ് ആയി വൈസ് അഡ്മിറൽ അതുൽ ആനന്ദ് ചുമതലയേറ്റു. ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ഓപ്പറേഷൻസ്. ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നംഗ്യാൽ വാങ്ചൂക്ക് ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. ഇപ്പോൾ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയ, കഴിഞ്ഞ വർഷം സന്ദർശനം നടത്തിയിട്ടുള്ള ഭൂട്ടാൻ രാജാവാണ് ജിഗ്മെ ഖേസർ നാംഗ്യാൽ വാങ്ചൂക്ക്. ചിലപ്പോൾ പേര് എന്നിട്ട് ഇദ്ദേഹം ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, രാജാവാണെന്ന് ചോദിക്കും. ഭൂട്ടാനാണെന്ന് ഓർക്കുക കേട്ടോ. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുമായി ചേർന്നുള്ള ISROയുടെ വിക്ഷേപണ പദ്ധതി പ്രോബ 3 മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോബ 3 മിഷനുമായിട്ട് ഇന്ത്യ സഹകരിക്കുന്ന വിദേശ ഏജൻസി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി. പ്രോബ 3 മിഷൻ, പ്രോബ 3 മിഷൻ. വൈസ് അഡ്മിറൽ സഞ്ജയ് ജസ്ജിത് സിംഗ് നാവികസേനയുടെ വൈസ് ചീഫായിട്ട് ചുമതലയേറ്റു. നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വൈസ് അഡ്മിറൽ സഞ്ജയ് ജസ്ജിത് സിംഗ് നാവികസേനയുടെ വൈസ് ചീഫായി ചുമതലയേറ്റു. ഇന്ത്യൻ നാവികസേനയും ശ്രീലങ്കൻ നാവികസേനയും ചേർന്ന് കൊളംബിയയിൽ ആരംഭിച്ച സംയുക്ത സൈനിക അഭ്യാസമാണ് സിലിനെക്സ് 2023. അപ്പോൾ ഇന്ത്യൻ നാവികസേനയും ശ്രീലങ്കൻ നാവികസേനയും കേട്ടോ ചേർന്ന് എവിടെ ആരംഭിച്ച, കൊളംബിയയിൽ ആരംഭിച്ച സംയുക്ത സൈനിക അഭ്യാസമാണ് സിലിനെക്സ് 2023. പഠിച്ചു വെക്കുക, സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ദെൻ സംസ്ഥാനത്തെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂരിലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നീരജ് നിഗം നിയമിതനായി. ഇമ്പോർട്ടൻ്റ് ആണ്. റിസർവ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നീരജ് നിഗം നിയമിതനായി. 2023 ഫോബ്സിന്റെ ലോക ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ബെർണാഡ് അർണോൾഡും കുടുംബവും ഒന്നാം സ്ഥാനത്ത്. നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി കാളികേഷ് നാരായൺ സിംഗ് ചുമതലയേറ്റു. നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി കാളികേഷ് നാരായൺ സിംഗ് ദേവ് ചുമതലയേറ്റു. രാജ്യത്തെ ആദ്യ പൊതുജനാരോഗ്യ മ്യൂസിയം കൊൽക്കത്തയിൽ നിലവിൽ വന്നു. ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ ആദ്യത്തെ പൊതുജനാരോഗ്യ മ്യൂസിയം കേട്ടോ, പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട മ്യൂസിയം, അത് കൊൽക്കത്തയിലാണ് കേട്ടോ, കൊൽക്കത്തയിലാണ്. ദെൻ 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കസാക്കിസ്ഥാൻ വേദിയാകും. അപ്പോൾ 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ വേദിയായത് കസാക്കിസ്ഥാനാണ്. വോളിബോൾ ഫെഡറേഷൻ ഇന്ത്യയുടെ പ്രസിഡന്റായി അച്യുത സാമന്ത തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിലെ മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ മുംബൈ നഗരം ഇടപിടിച്ചു. അപ്പോൾ ലോകത്തിലെ മികച്ച പൊതുഗതാഗതമുള്ള സംവിധാനങ്ങളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചത് മുംബൈ എന്ന നഗരമാണ്. സോ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് മെയ് മാസത്തിലെ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും വിജയാശംസകൾ.